നമസ്കാരം. രമേശ് ചെന്നിത്തലയ്ക്ക് അതിയായിട്ടുള്ളൊരു മോഹം. ആ മോഹമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലുണ്ടായിട്ടുള്ള കലാപം നമ്മുടെ ഭാരതത്തിലുമൊന്ന് വന്നു കണ്ടെങ്കിലെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് അടുത്ത കലാപം ഇത്തരത്തിൽ ഇതേ കലാപം ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ്, ഇന്ത്യ മഹാരാജ്യത്തിലാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. ഒന്ന് നാം ചിന്തിച്ചു നോക്കൂ. എന്ത് വളരെ വികൃതമായിട്ടുള്ള ഒരു ബുദ്ധിയുടെ, ഒരു മനസ്സിൻ്റെ ഉടമയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പല നേതാക്കളും ഇത്തരത്തിലൊക്കെ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായിട്ടുള്ള ആ ദുരന്ത ഭൂമിയിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത്, ആ പ്രളയ ദുരന്ത ഭൂമിയിൽ നിന്ന് റിലീഫ് ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുന്ന ആ കുട്ടിയെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം ചേർത്ത് പിടിക്കുകയും പ്രധാനമന്ത്രിയുടെ താടിയിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ആ കുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ജനശ്രദ്ധ നേടുകയും ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം മാത്രം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്ര ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഒരു പബ്ലിസിറ്റി ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് അങ്ങനെ ചേർന്ന് നിന്ന് വൈറലായ, മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ ജനശ്രദ്ധ നേടിയ ആ കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നത് വഴി കിട്ടുന്ന ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന് ഒത്ത് താളം തുള്ളുന്ന ഇത്തരത്തിലുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള നാണംകെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള മുഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് സഹതപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആലോചിച്ച് നോക്കൂ. വളരെ വികൃതമായിട്ടുള്ള ഒരു ബുദ്ധിയുടെ അല്ലെങ്കിൽ വികൃതമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള കലാപത്തിൽ, ആ കലാപം നടന്ന ബംഗ്ലാദേശിലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പോലും അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല, ബുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുകയും അതിന് അദ്ദേഹം ക്ഷമ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇന്നിതാ അവിടെ താൽക്കാലികമായിട്ട് നിലവിൽ വന്ന സർക്കാർ ക്ഷേത്രങ്ങൾ ആക്രമിച്ചവർക്കെതിരെ, ഹിന്ദു സമൂഹത്തെ ആക്രമിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച ഹിന്ദു സംഘടനാ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. അവിടെ ഹിന്ദു സമൂഹം സംഘടിക്കുകയും ഹിന്ദു ബുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഈ വംശീയ ആക്രമണത്തിന് തയ്യാറായ ആക്രമണകാരികളെ ചെറുക്കുവാനും ഇസ്ലാം ഭീകരവാദികളെ നിലയ്ക്ക് നിർത്തുവാനും കൂടി തയ്യാറായ സാഹചര്യത്തിൽ സർക്കാരിന് ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയിൽ എത്തിച്ചേർന്ന സ്ഥിതിവിശേഷമുണ്ടായ ആ ബംഗ്ലാദേശ് വളരെ വിഷമകരമായിട്ടുള്ള, ദൗർഭാഗ്യകരമായിട്ടുള്ള ആ പ്രക്ഷോഭത്തെ ഭാരതത്തിലൊന്ന് വന്നു കണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള ഈ വൈകൃത മനസ്സിന്റെ ഉടമകളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിന്റെ മലയാളികളുടെ കൊടും ശാപമെന്നല്ലാതെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? ബംഗ്ലാദേശിൽ ഇന്ന് അക്രമം കൊണ്ട് തന്നെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമൂഹം തയ്യാറെടുത്തിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലമാരോട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ ചിന്തിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ടായാൽ മുതലെടുക്കാമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നപുംസകങ്ങളോട് നമുക്ക് പറയുവാനുള്ളത്, ബംഗ്ലാദേശിലുണ്ടായ കലാപം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരികയല്ല. ഈ ഭാരതത്തിൽ പല പ്രാവശ്യം പരീക്ഷിച്ച് പരാജയപ്പെട്ട കലാപമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ ഇത് വിജയിക്കില്ല, ഭാരതത്തിൽ ഇത്തരത്തിലുള്ള കലാപം ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾക്ക് ഭാരതത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഈ നാടിൻ്റെ ദേശീയ ജനത എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട്, ഈ നാടിൻ്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രാണൻ ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറുള്ള, സ്വാഭിമാന ബോധമുള്ള അത്തരത്തിലുള്ള ഒരു വളരെ വലിയൊരു സമൂഹം നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ നാട്ടിലെ ഓരോ പൗരന്മാരും സ്വാഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വളരെ വലിയ പരാജയങ്ങൾ
കടന്നു പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഈ ഭാരതത്തിന്റെ ജനത സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തൂത്തെറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ദൗത്യം വളരെ കൃത്യമായിട്ട് ഭാരത ജനത പൂർത്തിയാക്കും. അതിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ദേശവിരുദ്ധ പ്രസ്ഥാനത്തെ ഈ ഭാരത മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഈ ഓരോ ഭാരത പൗരന്റെയും ദൗത്യം തന്നെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഓരോ പ്രസ്താവനകളിലൂടെ, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ ഭാരത ജനത അനുദിനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ട്, സ്വാഭിമാന ചിന്തയോട് കൂടിയിട്ട് ഭാരതത്തിന്റെ ഓരോ പൗരനും നിങ്ങളുടെ പ്രവർത്തനം ഈ നാടിന്റെ ഓരോ കോണിൽ നിന്നും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിരന്തരം ചെയ്യുക തന്നെ ചെയ്യും.